ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പോരാ പോരാ, സ്തുതിച്ച് പ്രാർത്ഥിക്കണം. കർത്താവ് ചോദിക്കുന്നു, നിനക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാൻ, ചോദിച്ചു കൊള്ളുക. യേശുവേ നന്ദി, പിതാവേ നന്ദി, യേശുവേ നന്ദി. ഫാൻ ഒന്നിട്ട് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തി കഥാനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചാൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വരമുയർത്തി പോരാ, സ്വരമുയർത്തി ശക്തിയോടെ വിളിക്കുക. അത്ഭുതകരമായ അടയാളം കർത്താവ് പ്രവർത്തിക്കട്ടെ. ഈ സമൂഹത്തിലേക്ക് അത്ഭുതകരമായ അടയാളം വർദ്ധിക്കട്ടെ. കർത്താവ് നിന്റെ കാല് വഴുതുവാൻ സമ്മതിക്കുകയില്ല. കർത്താവ് നിന്റെ കാല് വഴുതുവാൻ സമ്മതിക്കുകയില്ല. നിനക്ക് ആവശ്യമുള്ളത് ചോദിക്കേണ്ട സമയമാണ്. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും. മുട്ടുവിൻ, നിങ്ങൾക്ക് തുറക്കപ്പെടും. വലതുകരം സ്വർഗത്തോളം ഉയർത്തിപ്പിടിച്ച്, ഇടതുകരം സ്വർഗത്തോളം ഉയർത്തിപ്പിടിച്ച് ദൈവത്തിന്റെ ശക്തിയുടെ പ്രാഭവത്തിൽ കരുത്തുള്ളവരാകുവിൻ. സാത്താന്റെ കുടില തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുവാൻ തക്കവണ്ണത്തിൽ എല്ലാ ആയുധങ്ങളും ധരിച്ചുകൊണ്ട് കർത്താവിന്റെ നാമം വിളിക്കുക. നിനക്ക് ആവശ്യമുള്ളത് ചോദിക്കുക. യേശുവേ, യേശുവേ, എന്നെ വിശുദ്ധിയിൽ വളർത്തണമേ, എന്നെ വിശ്വാസത്തിൽ വളർത്തണമേ, എന്നെ നന്മയിൽ വളർത്തണമേ, അന്ധകാര ശക്തികളിൽ പെടാതെ കാത്തുകൊള്ളണമേ. യേശുവേ, വചനമേ, യേശുവേ, വചനമേ, ഇതാ നിന്റെ പക്കലേക്ക് എന്നിൽ വിശുദ്ധിയിൽ വചനമേ, വചനമേ, എന്നെ വിശുദ്ധിയിൽ നയിക്കണമേ, വചനമേ, വചനമേ, എന്നെ വിശ്വാസത്തിൽ നയിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. നിനക്ക് ആവശ്യമുള്ളത് തരാൻ കർത്താവ് തിരുവുള്ളമാകുന്നു. നിന്റെ കുടുംബം, നിന്റെ സമൂഹം, നിന്റെ ഇടവക, നിന്റെ ദേശം, നിന്റെ രാജ്യം, നിനക്ക് ആവശ്യമുള്ളത് തരാൻ ദൈവം തിരുവുള്ളമാകുന്നു. യേശുവേ, വചനമേ, വചനമേ, വിശുദ്ധിയിൽ നയിക്കണമേ. കർത്താവിന്റെ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരികയാണ്. ഇന്ന് ഒരേ ഒരു കാര്യമാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ദൈവമായ കർത്താവ് നമ്മോട് ചോദിക്കുന്നു, നിന്റെ കൈവശം എന്തുണ്ട്? നിന്റെ കൈവശം എന്തുണ്ട്? നിന്റെ കൈവശമുള്ളത് എനിക്ക് തരിക. പ്രസംഗം കഴിഞ്ഞു. നിന്റെ കൈവശം എന്തുണ്ട്? നിന്റെ കൈവശമുള്ളത് എനിക്ക് തരിക. ഇതാ ആയിരക്കണക്കിന് 5000-ലധികം വരുന്ന പുരുഷന്മാരുടെ വലിയ കൺവെൻഷനാണ് നടക്കുന്നത്. ജനക്കൂട്ടത്തെ കണ്ടിട്ട് യേശു പറഞ്ഞു, ഇവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുക. അവർ പറഞ്ഞു, എന്തുണ്ട്? നമുക്കെന്തുണ്ട്? ഈ ജനത്തിന് മുഴുവൻ ഭക്ഷണം കൊടുക്കാൻ എങ്ങനെ സാധിക്കും? യേശു ചോദിച്ചു, നിങ്ങളുടെ കൈവശം എന്തുണ്ട്? നിങ്ങളുടെ കൈവശം എന്തുണ്ട്? അപ്പോൾ ശിഷ്യന്മാരൊരാൾ പറഞ്ഞു, ഒരു കുട്ടിയുടെ കൈവശം 5 ബാർലി അപ്പവും 2 മീനുണ്ട്. അവന്റെ അമ്മ അവന് കഴിക്കാൻ വേണ്ടി കൊടുത്തു വിട്ടതാണ്. ഇത് 5 ബാർലി അപ്പവും 2 മീനുണ്ട്. യേശു പറഞ്ഞു, അത് കൊണ്ടുവരാൻ, നിങ്ങളുടെ കൈവശമുള്ളത് കൊണ്ടുവരാൻ. കൊണ്ടുവന്നു. അപ്പമെടുത്തു, കൃതജ്ഞതാ സ്തോത്രം ചെയ്തു, ദൈവത്തിന്റെ സന്നിധി ഉയർത്തി, എന്നിട്ട് പറഞ്ഞു, വിളമ്പിക്കൊടുക്കുക. 5000 പേർക്കും തൃപ്തമാകുവോളം അവർ ഭക്ഷണം കഴിച്ചു എന്ന് തിരുവചനം നമ്മെ പഠിപ്പിച്ചു തരുന്നു. ഇവിടെ എന്താ ഉണ്ടായത്? നിന്റെ കൈവശം എന്തുണ്ട്? അത് കൊണ്ടുവരിക. നിന്റെ കൈവശം എന്തുണ്ട്? അത് കൊണ്ടുവരിക. ഇല്ലാത്തതിൽ നിന്ന് അത്ഭുതം പ്രവർത്തിക്കാൻ ദൈവത്തിന് സാധിക്കും. പക്ഷേ ഉള്ളതിനെ വർദ്ധിപ്പിച്ചു കൊടുക്കാൻ ദൈവത്തിന് സാധിക്കും. വർദ്ധകരമുയർത്തി പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നലെ രാത്രി ദൈവവചനം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2 രാജാക്കന്മാർ 4-ാം അധ്യായം എന്റെ കണ്ണിൽ ഉടക്കി.
അതിന്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: വിധവയുടെ എണ്ണ. വിധവയുടെ എണ്ണ. കുറേശ്ശെ വായിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി, പ്രവാചകഗണത്തിന്റെ തലവനായിരിക്കുന്ന ഏലീശ പ്രവാചകന്റെ അടുത്തേക്ക് ഒരു വിധവ വന്ന് ഏലീശ പ്രവാചകനോട് പറയുകയാണ്, പ്രവാചക, ദൈവപുരുഷ, അങ്ങയുടെ കൂടെയായിരുന്നല്ലോ എന്റെ ഭർത്താവ്. അവൻ ദൈവഭക്തനായിരുന്നു. അവൻ കുറെ കടം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം മരിച്ചതിന് ശേഷം ഇതാ ആളുകൾ വന്ന് ശല്യം ചെയ്യുന്നു, എന്നെ ശല്യം ചെയ്യുന്നു. 2 കുട്ടികളെ പിടിച്ചു കൊണ്ടുപോകാൻ അവർ തീരുമാനമെടുക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. കടബാധിതപ്പെട്ടവർ ഇതിനകത്തുണ്ടാകാം, കടക്കിണക്കിൽപ്പെട്ടവരുണ്ടായിരിക്കാം. ഇതാ വിധവ ദൈവപുരുഷന്റെ അടുത്ത് വന്നു. അവളോട് അവർ ചോദിച്ചു, നിന്റെ കൈവശം എന്തുണ്ട്? നിന്റെ കൈവശം എന്തുണ്ട്? ഇന്ന് ദൈവത്തിന്റെ പക്കലേക്ക് വരുന്ന നമ്മോട് ചോദിക്കുന്നുണ്ട്, നിന്റെ കൈവശം എന്തുണ്ട്? അവൾ പറഞ്ഞു, ഈ ദാസിയുടെ വീട്ടിൽ 1 ഭരണി എണ്ണയുണ്ട്. ഈ ദാസിയുടെ വീട്ടിൽ 1 ഭരണി എണ്ണയുണ്ട്. അവൾ പറഞ്ഞു, ദൈവപുരുഷൻ പറഞ്ഞു, അയൽപ്പക്കത്ത് നിന്ന് പാത്രങ്ങളെല്ലാം കൊണ്ടുവരിക. നീയും നിന്റെ മക്കളും മുറിയിൽ തനിച്ചിരുന്ന് പ്രാർത്ഥിക്കുക. അതിനുശേഷം ആ എണ്ണ കൊണ്ടുവന്ന പാത്രം മുഴുവൻ നിറയ്ക്കാം. പറഞ്ഞ പ്രകാരം വിധവ പോയി ആ എണ്ണ പാത്രത്തിന്റെ ചുറ്റുമിരുന്ന് മക്കളിരുന്ന് പ്രാർത്ഥിച്ചു. ആ എണ്ണ ഭരണി ഇങ്ങനെ എണ്ണ ഒഴുകിക്കൊണ്ടിരുന്നു. കൊണ്ടുവന്ന പാത്രം എല്ലാം നിറച്ചു. എല്ലാം നിറച്ചു കഴിഞ്ഞപ്പോൾ എണ്ണയുടെ ഒഴുക്ക് നിന്നു. അവൾ പറഞ്ഞു, ദൈവപുരുഷന്റെ അടുത്ത് എന്ന് പറഞ്ഞു, ഇതാ പാത്രം നിറയെ എണ്ണയാണ്. ദൈവപുരുഷൻ പറഞ്ഞു, പുറത്തിരിക്കുന്ന പാത്രം കൊണ്ടുപോയി ആ എണ്ണ കൊണ്ടുപോയി നിന്റെ കടം വീട്ട് നിന്റെ ഭവനത്തിലിരിക്കുന്ന ആ എണ്ണ കൊണ്ട് നീ ഉപജീവനം നേട്. കരമുയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ദൈവമായ കർത്താവ് അത്ഭുതങ്ങൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നത്. നീ ഇവിടെ വന്ന് ഇരുന്നുകൊണ്ട് മാത്രമായില്ല, ദൈവത്തോടൊരു ഉടമ്പടി ചെയ്ത് ത്യാഗപൂർവ്വം ഇരുന്ന് പ്രാർത്ഥിക്കാനായിട്ട്. എനിക്കറിയാം, എൻ്റെ പ്രിയ മക്കൾ ഇരിക്കുമ്പോൾ വിയർത്തൊലിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അത് സഹിച്ചിരിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. നിന്റെ കൈവശം എന്തുണ്ട്? ഒരു പക്ഷേ നീ വിശ്വസിച്ചവൻ നിന്നെ പറ്റിച്ച ഏതോ ആളുകൾ ഇവിടെ വന്നിരിക്കുന്നുണ്ട്. നീ സ്നേഹിച്ച ചിലര് നിന്നിൽ നിന്ന് സ്നേഹം വച്ചിപ്പോയവരുണ്ട്. നീ ആശ്രയിച്ച ചിലര് നിന്നെ തള്ളി പറഞ്ഞവരുണ്ട്. പക്ഷേ ദൈവം നിന്നെ കൈവിടുകയില്ല എന്ന് നീ മനസ്സിലാക്കണം. ഒരു പക്ഷേ നിന്നെ സഹായിക്കാമെന്ന് പറഞ്ഞവർ നിന്നെ വിട്ടുപോയിട്ടുണ്ടായിരിക്കാം. നീ ആശ്രയം വെച്ച ചില വ്യക്തികൾ നിന്നെ വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ടാകാം. പക്ഷേ ദൈവമായ കർത്താവ് പറയുന്നു, നിന്റെ കൈവശം എന്തുണ്ട്? നിന്റെ കൈവശം എന്തുണ്ട്? നിനക്കുള്ളത് എനിക്ക് താ. ഈ ബലിപീഠത്തേക്ക് സമർപ്പിക്കുക. അപ്പോൾ നിന്റെ ഭരണികൾ നിറയും. നിന്റെ ദാരിദ്ര്യം വിട്ടുപോകും. നിന്റെ രോഗങ്ങൾ വിട്ടുപോകും. നിനക്ക് പഠിക്കാൻ ബുദ്ധിശക്തി കിട്ടും. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലര് പറയുന്നു, എനിക്ക് ഇത്രയ്ക്കേ ഉള്ളൂ. ഉള്ളത് മതിയെന്ന്. നിനക്ക് എന്താ ഉള്ളത് അത് കൊണ്ടുവാ. ഉള്ളത് മതി. എനിക്ക് നിസ്സാരമായൊരു ജോലിയാണ്, അത് മതിയെന്ന്. എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ ആരോഗ്യമില്ല, അത് മതിയെന്ന്. എനിക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ടതില്ല, എനിക്കത് മതിയെന്ന്. സ്തുതിച്ചേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു ദൈവിക ചിന്തയാണ്, ഒരു വെളിപ്പെടുത്തലാണ് നൽകുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിനക്കെന്താണോ ഉള്ളത് അത് നീ കർത്താവിന് കൊടുക്കണം. സർവശക്തനായ ദൈവം നിനക്ക് പണിത് തരും. പണി തീരാത്ത നിന്റെ ഭവനം പണിത് തരും. ജോലിക്ക് പോയ നിന്റെ മകന് ജോലി കൊടുക്കും. വീസയ്ക്ക് പോയവന് വീസ കൊടുക്കും. സർവശക്തനായ ദൈവം പണിത് തരും. എന്ത് വേണം? നിനക്കുള്ളത് കർത്താവിന് കൊടുക്ക്. നിനക്കുള്ളത് കർത്താവിന് കൊടുക്ക്. എന്റെ കയ്യിലുള്ളത് വിടില്ല, എനിക്ക് അതും കൂടി വേണം. വേണ്ടാന്ന്. എന്റെ കൈവശമുള്ള കർത്താവിന് കൊടുക്ക്. നിന്റെ ഹൃദയത്തിലുള്ള കർത്താവിന് കൊടുക്ക്. എങ്കിൽ അതിന്മേൽ കർത്താവ് പണിത് തരും. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ,
ഹല്ലേലൂയ, ഹല്ലേലൂയ. പുതിയ നിയമത്തിൽ യേശു കടന്നുപോയി കാനായിലെ കല്യാണ വീട്ടിൽ, കണക്ക് തെറ്റിയ വീട്ടിൽ കണക്ക് ശരിയാക്കി കൊടുത്തു കർത്താവ്. കുറച്ചുപേരെ വിളിച്ചിട്ടുണ്ടായിരിക്കുള്ളൂ. വിളിച്ചവരെല്ലാം കുടുംബസമേതം വന്നു. വീഞ്ഞ് തികഞ്ഞില്ല. മാതാവ് ഇടപെട്ടു. അവർക്ക് വീഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, കണക്ക് തെറ്റിയ വീട്. മക്കളെ വിളിച്ച് വലിയ സ്വപ്നമുണ്ടായില്ലേ? ഭാര്യയെ കുറിച്ച് വലിയ വിശ്വാസം ഉണ്ടായില്ലേ? ഭർത്താവിനെ കുറിച്ച് വലിയ ചിന്തകൾ ഉണ്ടായില്ലേ? ശുശ്രൂഷകരെ കുറിച്ച് വലിയ പ്രതീക്ഷകൾ ഉണ്ടായില്ലേ? എല്ലാ പ്രതീക്ഷകളും തെറ്റിയ ആ സ്ഥലത്തേക്ക് ഇതാ യേശു കടന്നു വരികയാണ്. ചോദിച്ചു, എന്തുണ്ട് നിങ്ങളുടെ കൈവശം? 6 കൽഭരണികൾ വെള്ളം നിറയ്ക്കുവിൻ, പച്ചവെള്ളം നിറയ്ക്കുവിൻ. ആ കൽഭരണിയിൽ വെള്ളം നിറച്ചു. യേശു ആശീർവദിച്ചു, വിളമ്പിക്കൊടുപ്പീൻ. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ആദ്യത്തേക്കാൾ ശ്രേഷ്ഠമായ വീഞ്ഞ് കഴിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, കാനായിലെ കല്യാണ വീട്ടിൽ ചെന്ന് യേശു ചോദിച്ച്, എന്തുണ്ട്? ചിലരും, കർത്താവേ, എൻ്റെ കയ്യിൽ 10 രൂപയുള്ളൂ, എൻ്റെ കയ്യിൽ 50 രൂപയുണ്ട്, എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ എമൗണ്ട് ഉണ്ട്. നിന്റെ കൈവശം എന്തുണ്ട്? അത് കർത്താവിന് കൊടുക്ക്. നിനക്ക് കർത്താവ് അത് വർദ്ധിപ്പിച്ചു തരും. സർവശക്തനായ ദൈവം നിനക്കുള്ളത് കർത്താവിന് കൊടുത്താൽ, ചിലർ ഒന്ന് പറയും, അച്ഛാ, കാലുകൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു, 2 കാലില്ലാത്ത ആളുകളില്ലേ? കഴിഞ്ഞ ദിവസം ഒരു സഹോദരി ഒന്ന് പറഞ്ഞു, എൻ്റെ അച്ഛ, എൻ്റെ കണ്ണിന് കാഴ്ച കുറഞ്ഞു തുടങ്ങി. കാഴ്ച കുറഞ്ഞല്ലേ ഉള്ളൂ, കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇപ്പൊ ശമ്പളം വളരെ കുറവാണ്, വേതനം വളരെ കുറവാണ്, ജീവിക്കാൻ വേതനം കിട്ടുന്നുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം ഇവിടുന്ന് ജോലി കഴിഞ്ഞ് പോകുമ്പോൾ ഇവിടുത്തെ ഒരു ജോലിക്കാരൻ പറഞ്ഞു, 150 രൂപയ്ക്ക് ജോലിക്ക് വന്നതാ, ഇന്ന് ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള പണമുണ്ട്, മതി അച്ഛ, എനിക്കത് മതി, ഉള്ളത് മതിയെന്ന്. യേശു എന്താ പറഞ്ഞത്? നിനക്കുള്ളത് തായോ, എന്റെ കൈവശമുള്ളത് നിനക്ക് തരാം. പിതാവായ ദൈവത്തിന്റെ സമ്പന്നയിൽ നിന്ന് നിനക്ക് ആവശ്യമുള്ളതെല്ലാം അവിടുന്ന് എത്തിച്ചു തരും. ഇവിടുത്തെ കരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിനക്കുള്ളത് കർത്താവിന് കൊടുത്താൽ, നിന്റെ മക്കളെ കൊടുത്താൽ, നിന്റെ സമയം കൊടുത്താൽ, നിന്റെ ആരോഗ്യം കൊടുത്താൽ, നിന്റെ കൃപകൾ കൊടുത്താൽ, ദൈവം നിനക്ക് ആവശ്യമുള്ളത് തരുമെന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, നിനക്കുള്ളത് കർത്താവിന് കൊടുക്കുക, കർത്താവ് നിന്റെ ഹൃദയം നിറച്ചു തരും. എന്റെ എല്ലാ ജലക്കുഴികളും നിറച്ച് ജലം സംഭരിച്ചു തരാൻ, സമ്പത്ത് നിറച്ചു തരാൻ, ആരോഗ്യം നിറച്ചു തരാൻ, വിശുദ്ധി നിറച്ചു തരാൻ, വിശ്വാസം നിറച്ചു തരാൻ, സന്താനങ്ങളെ നൽകാൻ, ഭവനത്തെ നൽകാൻ കർത്താവിന് സാധിക്കും. 2 കരമുയർത്തി കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, ഇതാ എനിക്ക് വായ്പ വാങ്ങാൻ പോകേണ്ടി വരികയില്ല. എന്റെ ദൈവം എന്നെ കാത്തുകൊള്ളും. കരമുയർത്തി സ്വരമുയർത്തി വിളിക്കട്ടെ. എന്റെ വീട്ടിൽ ഒന്നിനും കുറവുണ്ടാകുകയില്ല. കരമുയർത്തി പ്രാർത്ഥിക്കുക. മക്കൾക്ക് പഠിക്കാനുള്ള ബുദ്ധിശക്തി, കർത്താവിന്റെ കുടുംബത്തിലെ സമാധാനം, നിന്റെ കുടുംബത്തിലെ ഐക്യം, പ്രാർത്ഥനയില്ലാത്ത അവസ്ഥ, നിന്റെ കടബാധ്യത കർത്താവ് എടുത്തു മാറ്റും. യേശുവേ, 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 യേശുവേ. കൈകളടിച്ച് എല്ലാവരും ചേർന്ന് ഒരുമിച്ച് പാട്. സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കടം വാങ്ങേണ്ടി വരികയില്ല, ഭിക്ഷ യാചിക്കേണ്ടി വരികയില്ല. കർത്താവിന്റെ വലിയ ശക്തി വന്ന് നിറയട്ടെ. കരമുയർത്തി വിളിക്കുക. നീ കടക്കാരനാണോ? ഇനി വാങ്ങിക്കേണ്ടി വരികയില്ല. നിനക്ക് രോഗമുണ്ടോ? നീ രോഗസൗഖ്യം പ്രാപിക്കട്ടെ. നീ ദരിദ്രനാണോ? നീ സമ്പന്നനായി തീരുക. കരമുയർത്തി യേശുവേ.
ചെന്ന് ഉയർത്തിയടിച്ച് അനുസരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉള്ളത് കർത്താവിന് കൊടുക്കുക. നിന്റെ സ്വരം, നിന്റെ ശുശ്രൂഷ, നിന്റെ ജീവിത പങ്കാളി, നിന്റെ മക്കൾ, നിന്റെ കുടുംബം, നിന്റെ സ്ഥാപനം, നിന്റെ വാഹനം കർത്താവിന് കൊടുക്കുക. നിനക്ക് ആവശ്യമുള്ളത് അവിടുന്ന് നിനക്ക് തരും. യേശുവേ, 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 യേശുവേ. കർത്താവിന്റെ വചനം പറയുന്നു, നിർഭയനായി നീ കർത്താവിന് കൊടുക്കുക. ശിഷ്യന്മാർക്ക് വലിയ സംശയം ഉണ്ടായിരുന്നു. ആ അപ്പക്കൊട്ട കൊണ്ട് കിടക്കുമ്പോൾ എനിക്ക് തികയാവോ, എനിക്ക് തികയാവോ എന്ന്. അവസാനം എന്താ ഉണ്ടായത്? ഭക്ഷണം കൊടുത്തു കഴിഞ്ഞപ്പോൾ 12 കൊട്ട നിറച്ചു. തലയിൽ ചോക്ക്. ഇങ്ങനെയാ കർത്താവ് തരാം. ഒരു കൊട്ടയല്ല കൊടുത്തത്, ഒരു കൊട്ടയല്ല കൊടുത്തത്. 12 പേരും കൊട്ടയും ചുവന്ന് നടക്കാണ്. നീ ഉള്ളത് കർത്താവിന് കൊടുക്ക് പ്രിയപ്പെട്ടവരെ. നിന്റെ ബുദ്ധി അത് കർത്താവിന് കൊടുക്ക്. നിന്റെ കഴിവ് കർത്താവിന് കൊടുക്ക്. നമ്മുടെ കഴിവുകൊണ്ടൊക്കെ ഇത്ര ചെയ്യാൻ പറ്റുള്ളൂന്നേ. നമുക്കുള്ളത് കർത്താവിന് കൊടുത്താൽ ദൈവമായ കർത്താവ് പറയുന്നു, ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തുകൊള്ളും. നീ പോകുന്നിടത്തെല്ലാം കർത്താവ് നമ്മെ കാത്തുകൊള്ളും. ഇവിടെ വരുന്ന പലരും ഇവിടെ നിന്നാണ് കടന്നു കഴിഞ്ഞാൽ ഈ സ്തുതിപ്പും പ്രാർത്ഥനയൊക്കെ നിന്നു. അങ്ങനെയാണ് കാണുന്നത്. ഇവിടെ നിന്നാണ് കടന്നാണ്ട് കഴിഞ്ഞു കിട്ടുമ്പോഴേക്കും നമ്മുടേതായ മേഖലയിലേക്ക് പോകുന്നു. പാപത്തിന്റെ മേഖലയിലേക്ക് പോകുന്നു. കണ്ണിന്റെ ദുരാശകളിലേക്ക് പോകുന്നു. ജഡത്തിന്റെ വ്യാപാരങ്ങൾക്ക് പോകുന്നു. കടം കൊടുക്കാൻ പോകുന്നു. പലിശയ്ക്ക് പണം കൊടുക്കാൻ പോകുന്നു. മറ്റുള്ളവർ വെട്ടിപ്പിടിക്കാൻ പോകുന്നു. കർത്താവ് പറയുന്നു, നിനക്കെന്തുണ്ട് അത് എനിക്ക് തരിക. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മൂശയോട് ദൈവം ചോദിച്ചു, നിനക്കെന്തുണ്ട്? എന്റെ കൈവശം ഒന്നുമില്ല കർത്താവേ, ഞാനൊരു വിക്കനാണ്. ആ വിക്കല് കർത്താവിന് കൊടുക്ക്. അവൻ ഇസ്രായേൽ ജനതയെ നയിക്കുന്ന ജേതാവായി നേതാവായി മാറിയില്ലേ? പത്രോസിനോട് ചോദിച്ചു, കർത്താവേ, യേശു ചോദിച്ചു, നിന്റെ കൈവശം എന്തുകൊണ്ട്? മീൻ പിടിക്കുന്ന വലയുണ്ട്. യേശു പറഞ്ഞു, ഞാൻ നിന്നെ ആത്മാക്കളെ പിടിക്കുന്നവരാക്കാം, എന്റെ പിന്നാലെ വരിക. അവൻ ഉള്ളത് മുഴുവൻ ഉപേക്ഷിച്ച് യേശുവിന്റെ പിന്നാലെ പോയി. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധനായ ജെറോമിനോട് ചോദിച്ചു, ജെറോമേ, നീ എനിക്ക് എന്ത് തരും? ജെറോമ വലിയ ബുദ്ധി രാക്ഷസനൊക്കെ ഇല്ലേ, ബൈബിൾ പണ്ഡിതനാണ്. പറഞ്ഞു, കർത്താവേ, നീ തന്നിരിക്കുന്ന ബുദ്ധി, ഈ കമന്ററി എഴുതാൻ തന്നിരിക്കുന്ന ശക്തി മുഴുവൻ നിനക്ക് തരുന്നു. ഉണ്ണീശോ ഒന്നും മിണ്ടിയില്ല. വീണ്ടും ചോദിച്ചു, ജെറോമേ, നീ എന്തുകൂടി എനിക്ക് തരും? കർത്താവേ, നീ തന്ന സമ്പത്ത്, എന്റെ ആരോഗ്യം, എന്റെ ആയുസ്, എന്റെ ജീവിതം മുഴുവൻ നിനക്ക് തരുന്നു. ഈശോ മുഖത്ത് നോക്കി നിൽക്കുക മാത്രം ചെയ്തോളൂ. മനസ്സിലായില്ല. ബുദ്ധിയുണ്ടെങ്കിലും യേശു ചോദിച്ചത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. യേശു പറഞ്ഞു, ഞാൻ തരാത്തതായി നിന്റെ കൈവശം എന്തുണ്ട് അത് എനിക്ക് തരിക. ഞാൻ തരാത്തതായി നിന്റെ കൈവശം എന്തുണ്ട് അത് എനിക്ക് തരിക. ജെറോമ് സാഷ്ടാംഗം വീണ് പറഞ്ഞു, കർത്താവേ, പാപം മാത്രമാണ് നീ തരാത്തത്, ഇതാ ഞാൻ നിനക്കത് തരുന്നു. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇതാ വിശുദ്ധന്മാരായി തീരുന്ന സമയമാണ്. നമ്മുടെ കൈവശമുള്ള സുഹൃതം മാത്രമല്ല, നിന്റെ സമ്പത്തും ആരോഗ്യവും നിന്റെ കഴിവല്ല കർത്താവ് ആവശ്യപ്പെടുന്നത്. നിന്റെ കഴിവ് കേട്, നിന്റെ പോരായ്മ നീ കർത്താവിന് കൊടുക്ക്. കർത്താവ് നിനക്ക് ആവശ്യമുള്ളത് തരും. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ മരിയൻ മണ്ഡപം സ്ഥാപിതമായ അവസരത്തിൽ വിശമാടെ കുറെ ചരിത്രങ്ങൾ വായിച്ചു. അതിനകത്ത് മദർ തെരേസയോട് ഈശോ എന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. തെരേസ്, നിന്റെ കൈവശം എന്തുണ്ട്? മടം വിട്ട് ഇറങ്ങി നിൽക്കുന്ന മദർ തെരേസയുടെ കൈവശം എന്തുണ്ട്? മദർ തെരേസ പറഞ്ഞു, 5 രൂപ. 5 രൂപ എൻ്റെ കൈവശമുണ്ട്. 5 രൂപയുമായിട്ടാണ് മദർ തെരേസ അവിടെ നിന്ന് ഇറങ്ങുന്നത്. ലക്ഷത്തോളം വരുന്ന ലക്ഷക്കണക്കിന് ആത്മാക്കളെ രക്ഷിക്കാൻ
കർത്താവ് ആ 5 രൂപയിലൂടെ ഇടവരുത്തി. വലത് കരമുയർത്തി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരു 14-15 വർഷങ്ങൾക്ക് പുറത്ത് വീട് വിട്ടുപോയ ഒരു മകൻ 28 വർഷക്കാലം പുറമെ ജീവിച്ചിട്ട് ഒരു 5 രൂപ പോലും വീടിന് അയച്ചു കൊടുത്തിട്ടില്ല, അപ്പൻ അയച്ചു കൊടുത്തിട്ടില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, 29 വർഷങ്ങൾക്ക് ശേഷം വന്നപ്പോൾ അപ്പൻ പറഞ്ഞു, മോനെ പറ്റിച്ചോടാ, ഉള്ളത് മുഴുവൻ നിന്റെ സഹോദരനക്ക് ഞാൻ പങ്കിട്ട് കൊടുത്തല്ലോ. സാരല്ല അപ്പ, എൻ്റെ കൈവശം 10,000 രൂപയും. അപ്പനൊന്ന് പ്രാർത്ഥിച്ചാൽ മതി. അപ്പൻ്റെ പ്രാർത്ഥന കഴിഞ്ഞ് ഇവിടേക്ക് വന്നു. അച്ഛാ, എനിക്ക് എൻ്റെ സഹോദരനോട് അവകാശപ്പെടാൻ ഒന്നുമില്ല. കാരണം 28 വർഷക്കാലം വിദേശത്ത് പോയിട്ട് അപ്പന് മരുന്ന് വാങ്ങിക്കാൻ, അപ്പന് വസ്ത്രം വാങ്ങിക്കാൻ ഒരു നല്ല സന്തോഷത്തോടെ ഒരു 100 രൂപ അയച്ചു കൊടുക്കാത്ത ഒരു പാപിയാ ഞാൻ. എൻ്റെ കൈവശം ഈ 28 വർഷത്തെ സമ്പാദ്യമായി 10,000 രൂപയുണ്ട്. എൻ്റെ അപ്പൻ അനുഗ്രഹിച്ചു, അച്ഛനും കൂടി ഒന്ന് അനുഗ്രഹിച്ചു തരാമോ? ഞാൻ പറഞ്ഞു, എന്താ മോനെ? അനുഗ്രഹിച്ചു. പ്രിയപ്പെട്ടവരെ, ആ 10,000 രൂപ കൊണ്ട് ഒരു ഓട്ടോറിക്ഷ വാങ്ങിച്ചു. വണ്ടി ഓടിയ കിട്ടിയ പണം കൊണ്ട് 2 സെന്റ് വാങ്ങിച്ചു. അവൻ മദ്യപിക്കില്ല, പുകവലിക്കയില്ല, ഒരു ദുഷ്ട കൂട്ടുകെട്ടില്ല, അന്യായമായി ഒരു പൈസ പോകില്ല. 2 വർഷം കഴിഞ്ഞപ്പോൾ 10 സെന്റ് ഭൂമി കൂടി വാങ്ങിച്ചു. അപ്പോൾ കേൾക്കുന്നു, അവന്റെ ചേട്ടന്മാർ ഇതാ പാപ്പരയായിക്കൊണ്ടിരിക്കുക. ഒന്ന് ചോദിച്ചു, സഹോദര, ഞങ്ങളുടെ സ്ഥലം വിൽക്കാൻ പോവാണ്, നിനക്ക് വാങ്ങിക്കണോ? അത് വിൽക്കാൻ പാടില്ല, ഞാൻ വാങ്ങിച്ചോളാം. നിന്റെ കയ്യിൽ പണമുണ്ടോ? അത് വാങ്ങിച്ചോളാം. പ്രിയപ്പെട്ടവരെ, 3 സഹോദരന്മാരുടെ സ്ഥലം 5 വർഷം കഴിയുമ്പോഴേക്കും അദ്ദേഹം വാങ്ങിച്ചു. ഇന്ന് അവർ 3 പേരും ഒരു സ്ഥലത്ത് താമസിക്കുന്നു. ഒരു വഴക്കുമില്ലാതെ. അന്യായമായി കിട്ടുന്ന സമ്പത്ത് നിന്റെ കുടുംബത്തിന്റെ പുരോഗതിക്ക് അത് ഉപയോഗിക്കുകയില്ല. അന്യായമായി ആരെങ്കിലും പറ്റിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ, പണമോ അധികാരമോ സമ്പത്തോ മറ്റേതെങ്കിലും കാര്യങ്ങൾ പറ്റിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് നിന്റെ തലമുറയ്ക്ക് ഉപയോഗിക്കാൻ കിട്ടില്ല. വെറുതെ കരമുയർത്തി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു 4-5 വർഷം മുമ്പ് ഒരു മെഡിക്കൽ ഷോപ്പുകാർ ഇവിടെ വന്നു. അദ്ദേഹം എന്ന് വെച്ചാൽ ഭയങ്കര നഷ്ടം. ഞാൻ പറഞ്ഞു, എന്തെങ്കിലും കള്ളപ്പണി ചെയ്യുന്നുണ്ടോ? ഇല്ല അച്ഛാ, ഒന്നും ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞു, മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുകയും. മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചു. തിരിച്ചു വന്നപ്പോൾ പറഞ്ഞു, അച്ഛാ, ഒരു സംശയമുണ്ട്. ഞങ്ങളുടെ ഈ മെഡിക്കൽ ഷോപ്പിൻ്റെ മുന്നിൽ നിന്ന് ഒരു പ്ലാസ്റ്റിക് പറയിൽ ഒരു 10,000 രൂപ കിട്ടി ഒരാൾക്ക്. അത് അദ്ദേഹം എൻ്റെ കയ്യിൽ കൊണ്ട് ഏൽപ്പിച്ചു. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ കൊടുത്തേക്കെന്ന് പറഞ്ഞുകൊണ്ട്. എൻ്റെ അച്ഛാ, ആ പണം എൻ്റെ പണപ്പെട്ടി വന്നതിന് അന്ന് തുടങ്ങി ബിസിനസ് അധോഗതിയിലേക്ക്. ഞാൻ പറഞ്ഞു, എന്നിട്ട് പറഞ്ഞു, അത് ആള് വന്നു കഴിഞ്ഞാൽ കൊടുക്കാമെന്ന് വെച്ചിട്ട് തന്നെ തന്നെയാണ് അച്ഛാ എടുത്തു വെച്ചത്. ഇപ്പം ഉണ്ട്, ഒരു സംഗതി വാങ്ങിക്കാനായിട്ടുള്ള മൂലധനമില്ല. ഞാൻ പറഞ്ഞു, എന്ന് അന്യായമായി സഹോദര ആ പണം നിന്റെ പണപ്പെട്ടിയിൽ വന്നുവോ, അന്ന് നീ പാപ്പരനായി. വലത് കരമുയർത്തി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില ആളുകളൊക്കെ ഇങ്ങനെ നമുക്ക് അവകാശമില്ലാത്ത സാധനമൊക്കെ, ചില വസ്തുക്കൾ, ചില ഭൂമി, അല്ല ഏതെങ്കിലും കാര്യങ്ങൾ നമ്മുടെ കൈവശം. ഒരിക്കൽ കുട്ടികളോട് ഞാൻ പറഞ്ഞു, നമ്മുടെ അവകാശപ്പെടാത്തത് എന്തെങ്കിലും കൈവശമുണ്ടെങ്കിൽ വിട്ടുകൊടുക്കാൻ. അപ്പോൾ ഒരു ഹൈന്ദവ സഹോദരി വന്നിട്ട് പറഞ്ഞു, പോകുന്ന സമയത്ത് ഒരു സ്കാർഫ് ധ്യാനം കഴിഞ്ഞ് പോകുന്ന സമയത്തുണ്ടായിരുന്നു. അത് ഞാൻ ചോറ്റും പാത്രത്തിൽ എടുത്തു കൊണ്ടുപോയി. ആരും കണ്ടിട്ടില്ല. ആരും പറഞ്ഞു, ഇത് ഞാനിപ്പോൾ എവിടെ കൊണ്ട് തരേണ്ടത്? എൻ്റെ കയ്യിൽ തരണ്ട, നീ അത് എവിടെയും കൊണ്ട് ഇട്ടോളാൻ പറഞ്ഞു. അനാവശ്യമായൊരു സംഗതി. ഇപ്പോൾ ഇന്ന് ഒരു സഹോദരി വന്നിട്ട്, എൻ്റെ മോൻ ഒന്നുമില്ലാത്തവനെ ഇവിടെ വന്നതാ, അലക്സ്, അമ്മ അവിടെ ഇരിക്കുന്നുണ്ട്. ഒരു കവർ തന്നിട്ട്, എൻ്റെ അച്ഛ ഒരു കൊച്ചു സമ്മാനം, അവൻ വിദേശത്ത് ഇരുന്നു കൊണ്ട് അച്ഛനെ ഓർത്തു, ധ്യാനമന്ദിരം ഓർത്തു. എൻ്റെ കണ്ണു നിറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇവിടെ വന്ന് രോഗസൗഖ്യം കിട്ടിയ അനേകരുണ്ട്. ഇവിടെ വന്ന് കുഞ്ഞുങ്ങളുണ്ടാവാൻ അനേകരുണ്ട്. ഇവിടെ വന്ന് അത്ഭുതകരമായിരിക്കുന്ന സംഭവങ്ങൾ കുടുംബത്തിനും ജീവിതത്തിനും നടന്നത് അനേകം പേരുണ്ട്. പക്ഷേ 10 പേർക്ക് സൗഖ്യം കിട്ടി, ഒരാൾക്ക് മാത്രം രക്ഷയും സൗഖ്യവും കൊടുക്കുകയാണ്. വലത് കരം ഉയർത്തി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ,
നിന്റെ കൈവശം എന്തുണ്ട്? മദർ തെരേസ 5 രൂപ കൊടുത്തപ്പോൾ ഒരു അത്ഭുതകരമായിരിക്കുന്ന അനുഗ്രഹം അമ്മയുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് 2 കണ്ണ് തന്നില്ലേ? ദൈവത്തിന്റെ മഹത്വം കാണുവാനാണോ ആ കണ്ണ് ഉപയോഗിക്കുന്നത്? ലോകത്തിലുള്ള എല്ലാ വൃത്തികേടും കണ്ട് കണ്ണ് പൊട്ടിച്ചില്ലേ? കൈയില്ലാത്ത എത്ര മക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരാൾ ഇവിടെ വന്നു, കൈ ഇല്ല, മുട്ടുകൈ അവർക്ക് ഇല്ല. ഞാൻ പറയാണ്, എൻ്റെ കൈ പോയാലും എനിക്ക് ഒരു കൈ ഉണ്ടാച്ചാ ഇനി ഈ കൈ കൊണ്ട് എനിക്ക് നന്മ ചെയ്യണം. ഒരുപാട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ആശുപത്രി സന്ദർശിക്കാൻ പോയി. അദ്ദേഹത്തിൻ്റെ സങ്കടം, കാല് മുറിക്കാൻ പോവുക, അച്ഛനൊന്ന് പ്രാർത്ഥിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് മഹത്വം കാണുവാൻ നമുക്ക് കണ്ണുകൾ നൽകി. ദൈവ വേല ചെയ്യാൻ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. ഒരു ക്രിസ്ത്യാനിയായി തീരുവാൻ, ഒരു വിശ്വാസിയായി തീരുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ അനുഗ്രഹം നൽകി. എന്നിട്ട് നീ എന്ത് കർത്താവിന് നൽകി? നീ എന്ത് കർത്താവിന് നൽകി? യേശു പറയുന്നു, നിന്റെ കൈവശം എന്തുണ്ട്? നിന്റെ കൈവശമുള്ള എനിക്ക് തരിക, നിനക്ക് ആവശ്യമുള്ളത് ഞാൻ തന്നുകൊള്ളാം. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഒരേ ഒരു കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, നിന്റെ കൈവശം എന്തുണ്ട്? 5 അപ്പം 2 മീൻ, നിന്റെ കൈവശം എന്തുണ്ട്? ഒരു ഭരണി നിറയെ എണ്ണ, നിന്റെ കൈവശം എന്തുണ്ട്? 6 കൽഭരണികൾ, നിന്റെ കൈവശം എന്തുണ്ട്? ഒരു വല, നിന്റെ കൈവശം എന്തുണ്ട്? പാപം മാത്രം, നിന്റെ കൈവശം എന്തുണ്ട്? 5 രൂപ, ഞാൻ അത് വർദ്ധിപ്പിച്ചു തരാം. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നിന്റെ കൈവശം എന്തുണ്ടോ അത് കർത്താവിന് കൊടുക്കാൻ, നിനക്കുള്ളത് കർത്താവിന് കൊടുക്കുക. ഉള്ളതിനെ പണിതുയർത്തുന്നവനാണ് കർത്താവ്. ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഇന്നോളം നിന്റെ കൈകൾ കൊണ്ട് എത്രയെത്ര തിന്മകളാ ചെയ്തു കൂട്ടിയത്, എത്രയെത്ര തിന്മകളാണ് കണ്ടത്, എത്രയെത്ര തിന്മയുടെ വഴിയിലേക്കാണ് കടന്നുപോയത്. ഇന്നിതാ കർത്താവ് ചോദിക്കുന്നു, നിന്റെ കൈവശം എന്തുണ്ട്? നിന്റെ കൈവശം എന്തുണ്ട്? ചാടി എഴുന്നേൽക്കാം, 2 കരം ഉയർത്താം. നിന്റെ കുടുംബം കർത്താവിന് വിട്ടുകൊടുക്കുക, നിന്റെ മക്കളെ കർത്താവിന് വിട്ടുകൊടുക്കുക, നിന്റെ സമ്പാദ്യം കർത്താവിന് വിട്ടുകൊടുക്കുക, നിന്റെ ആരോഗ്യം കർത്താവിന് വിട്ടുകൊടുക്കുക. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിക്കുക, സ്തുതിച്ച് പ്രാർത്ഥിക്കുക. പോരാ, അഭിഷേകം കൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഭാഷാവർഗത്തെ സ്തുതിക്കുക. ദൈവമക്കളെ, നിനക്ക് എന്ത് വേണമെന്ന് ചോദിക്കുക. ദൈവത്തിന്റെ മഹത്വം കാണുവാൻ ഇതാ എന്റെ കണ്ണുകളെ, ദൈവത്തിന്റെ ശക്തി കാണുവാൻ എന്റെ കൈകളെ, ദൈവ വേല ചെയ്യാൻ എന്റെ സ്വരങ്ങളെ, ദൈവ ശുശ്രൂഷ ചെയ്യാൻ എന്റെ കുടുംബത്തെ ഇതാ വിട്ടുതരുന്നു. ഓ ദൈവമേ, ഇതാ നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.